നിനക്ക് ഇത്രയും വലിയ കമ്പനി ഉണ്ടായിട്ട് ഇവളെന്തിനു മോളെ ജോലിക്ക് വെളിയിൽ പോണത്? കാര്യമൊക്കെ ശരി അമ്മായി. എൻ്റെ മാമൻ്റെ മോള് തന്നെ അറിയണു. ഞാൻ നടത്തുന്ന ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയല്ലേ. ഇവള് അതൊന്നും പഠിക്കാതെ ഞാൻ എങ്ങനെ ജോലി കൊടുക്കും അമ്മായി? ഇവള് വലിയ പഠിച്ച് 10ാം ക്ലാസ്സുകാരിയായപ്പോ എല്ലാം അങ്ങ് മറന്ന്. നിന്റെ അച്ഛൻ ചത്തിട്ടേ നിന്റെ അമ്മ ജോലിക്ക് വേണ്ടി ഗൾഫിൽ പോയപ്പോഴത്തേക്ക് നിന്നെ നോക്കാൻ ഇങ്ങോട്ട് നോക്കടി, നിന്നെ നോക്കാൻ ഞാനേ ഉള്ളുവായിരുന്നു. എല്ലാം മറന്നാ അമ്മേ. സോറി ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വരണ്ടാന്ന്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടില്ല. പിന്നെ രേഷ്മ ചേച്ചിയുടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോ കടമൊക്കെ കേറിയിട്ടുണ്ട്. അതുകൊണ്ടാ സോറി ചേച്ചി. എനിക്ക് മനസ്സിലാവൂടാ, പക്ഷെ അവളെ മുന്നേ ഇരുന്ന പാട്ട് പാടാന്ന്. എടി നീ ഒരു കാലത്തും ഗുണം പഠിക്കൂലടി. വെറുതെ അല്ല ഒരു ആഫീസ് മുറി കണ്ടപ്പോഴത്തേക്ക് എടി നീ എന്റെ വീട്ടിലെ എച്ചിലെന്നാക്കി പാത്രം കഴുകി കിടന്നവളല്ലേ എടി. തന്ത ചത്ത നിന്റെ വെറുതെ അല്ലടി. ഒരു കാലത്തും ഗുണം പഠിക്കൂലടി. അവളെ വലിയ ആഫീസ് മുറി. രേവതി, ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാ നീ ചോദിച്ച ബുക്ക്. മതിലെന്ന ബുക്കാണ്, നല്ല ബുക്കാണ്. ഞാൻ വായിച്ചായിരുന്നു, നല്ലതാ. നിന്റെ ബുക്ക് വല്ലതും ഉണ്ടോ? ഇല്ലടാ, എൻ്റെ ഒന്നും ബുക്കൊന്നും ഇല്ല. അമ്മ വന്നിട്ടാണോ ഇനി വാങ്ങാൻ. നാളെ ഫിസിക്സ് എക്സാം അല്ലേ, ഞാൻ ഒന്ന് പോയി മറിച്ച് നോക്കട്ടെ. ഓ അമ്മയെ വിളിക്കാം, ഞാൻ പോണേ. ശരി എന്നാ. ആ ബുക്കിങ് എടി ഇതാ, വല്ല പ്രേമലേഖനോ ആയിരിക്കും. മുട്ടയൊന്നും വിരിഞ്ഞില്ല, ആമ്പിള്ളേരെ പ്രേമിക്കാൻ നടക്കുന്നു. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവിടെ ഈ വൃത്തിയായിട്ട സ്വഭാവമൊന്നും നടക്കൂല. എനിക്ക് 2 പെമ്പിള്ളേര് വളർന്നു വരെയാ. അവറ്റാള് നിന്നെ കണ്ടാ പഠിക്കണത്. അതെങ്ങനാ? തൊലവട്ടം കണ്ടില്ലോ, അതിനു മുന്നേ അച്ഛൻ അങ്ങ് പോയില്ലേ. കഴിയങ്ങോട്ട് എന്തടി നോക്കിക്കൊണ്ടിരിക്കുന്ന? കഴിയങ്ങോട്ട് വിജയിട്ട് പഠിക്കാനുള്ളതാണ്. അമ്മായി ഇലയപ്പം ഉണ്ടാക്കിയേ? ഇലയപ്പം തന്നെ ഉണ്ടാക്കിയത്. ഇലയപ്പം എൻ്റെ പിള്ളേർക്ക് മാത്രമേ ഉണ്ടാക്കിയോളൂ. നിനക്ക് ചായ അടുക്കളയിലുണ്ടേ, സിങ്കിൽ പാത്രവും കിടപ്പുണ്ട്. പോരാത്തതിന് ഇവളെ ബാഗ് തുറന്ന് ടിഫിൻ ബോക്സ് എടുത്ത് കഴുകി വെച്ചോളണം. എന്റെ ടിഫിൻ ബോക്സ് ഞാൻ കഴുകിക്കോളാം. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ കഴുകിക്കണം. ആഹാ, ടീച്ചർ പലതും പറയും. ഇപ്പൊ അവള് കഴുകി വെച്ചോളും. പോയി കഴുകി വരടി. എന്റെ പാത്രം കഴുകാൻ പറഞ്ഞപ്പോ അവൾക്ക് പിടിച്ചില്ല. കഴിയടി.
കുടിച്ചോണ്ട് നിക്കായിരുന്നാ? പെട്ടെന്ന് പാത്രവും കഴുകി മുറ്റവും തൂക്കാൻ നോക്ക്. ആ ആ പാത്രം കഴുകാനാ? നാളെ പരീക്ഷയല്ലേ മോളെ, പോയിട്ട് പഠിക്കാൻ നോക്ക്. അത് കുഴപ്പമില്ല മാമ, ഞാൻ പാത്രം കഴുകിച്ചിട്ട് പോയി പഠിച്ചോളാം. നിങ്ങൾ ഇതെന്തോന്ന് മനുഷ്യ, 10-14 വയസ്സായില്ലേ? കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഇനി ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യേണ്ട സമയമായി. കെട്ടിച്ചയക്കുമ്പോഴേ അവരെന്നെ കുറ്റം പറയുള്ളൂ. അവൾ അമ്മയല്ല വളർത്തിയത്, ഞാനാ വളർത്തിയത്. അടുത്ത പരീക്ഷയൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് പോക്കോളൂ. എന്തായാലും നന്നായിട്ട് പഠിച്ചാൽ മതി. ഞാൻ പഠിക്കുന്നുണ്ട് മാമ. പിന്നെ നിന്റെ അമ്മ വിളിച്ചിരുന്നു. ഈ എക്സാം കഴിയുമ്പോഴേ അവര് വരും. മിക്കവാറും നിന്നെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മ രാത്രി വിളിക്കുവോ? വിളിക്കാമെന്നാ പറഞ്ഞത്. IST കോളായതുകൊണ്ട് ഒത്തിരി കാശാവും. അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കണ്ട. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വിളിച്ചതല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തടി? ഇങ്ങോട്ട് വരാൻ. പാത്രം കടി വെച്ചിട്ടേ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് മുറ്റം തൂത്തോളണം. എല്ലാ ജോലികളും ചെയ്തോളണം. നിങ്ങൾ എന്തൊരു വണ്ടത്തരം മനുഷ്യ കാണിച്ചത്? ഞാനെന്ന് മണ്ടത്തരം കാണിച്ചു? അവള് വന്നേ രേവതിയെ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും നമ്മള്? നിങ്ങളെ നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? രേവതി ഇവിടെ നിൽക്കണോണ്ടാ അവള് മാസാമാസം പൈസ അയച്ചു തരണത്. എന്നും പറഞ്ഞ് അവൾക്ക് അവളുടെ കൊച്ചിനെ കൊണ്ടുപോകണ്ടേ? എത്ര നാളെന്ന് പറഞ്ഞാൽ അവൾ രേവതിയെ പിരിഞ്ഞു നിൽക്കും? ഇത്രയും നാൾ പിരിഞ്ഞു നിന്നില്ലേ? ഇനിയെങ്കിലും അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റണമെന്നേ എനിക്കുള്ളത്. ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. നിങ്ങൾ എങ്ങനെ ആലോചിക്കും? ഭാര്യയും മക്കളെയും കുറിച്ചുള്ള വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടാ? നിങ്ങളെ പെങ്ങളെ മോളെ 3-4 വർഷം തീറ്റിപ്പോട്ടിയത് ഈ ഞാനാ. എടി അതൊക്കെ ശരിയാ. അവളുടെ മകളെ അവൾ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റും? എനിക്കൊന്നും അറിയണ്ട. അവള് കൊണ്ടുപോവേ പോവാതിരിക്കുകയോ. എനിക്ക് മാസാമാസം ഉള്ള പൈസ കിട്ടണം. അത് നിങ്ങൾ പറയണം. എടി ഞാൻ എങ്ങനെ അത് പറയും? നിങ്ങൾക്ക് പറയാൻ പറ്റൂലെങ്കിൽ ഞാൻ പറയാം. നീ എന്തെങ്കിലും ചെയ്യ് ശ്രീജെ. എനിക്ക് പൈസ വേണം, അത്ര തന്നെ. ഇനി എന്തൊരു വന്നാലും ശരിയല്ല. തൻ്റെ മുഖം എന്താടോ വാടിയിരിക്കുന്നത്? ഹലോ, എവിടെയാ? അമ്മായി ഇന്ന് രേണുവിനെ കൂട്ടി ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്കൊരു ജോലി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. +2 പോലും പാസ്സാവാത്ത അവൾക്ക് ഞാൻ എങ്ങനെ ജോലി കൊടുക്കാനാ ശ്യാമേട്ടാ? അമ്മായി വന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും. അമ്മയ്ക്കൊരു മാറ്റമില്ല ശ്യാമേട്ടാ. അവൾക്ക് പറ്റിയ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ ശപിച്ചിട്ടാ പോയത്. താനത് വിടടോ. എനിക്ക് പറ്റുന്നില്ല ശ്യാമേട്ടാ. മനഃപൂർവ്വം ഓർക്കാതിരിക്കുന്നതെല്ലാം എന്നെ ഓർമ്മിപ്പിച്ചു. എടോ, താൻ ഇത്ര സില്ലിയായ? തനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതല്ലേ? തൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഇതിനൊക്കെ കാരണം. അതെനിക്കറിയാം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണ്ടേ? ശ്യാമേണ്ണ അറിയോ, എനിക്ക് ജോലി ഇട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചത്. അമ്മ മരിക്കുന്നവരെ എല്ലാ മാസവും ഞാൻ അവർക്ക് കാശ് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ശ്യാമേട്ട എൻ്റെ ലൈഫിൽ വരുന്നവരെ ഞാൻ അനുഭവിച്ചൊരു ഒറ്റപ്പെടലുണ്ട്. എന്നിട്ട് പോലും ആ നശിച്ച വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല. മനപ്പൂർവ്വം അവരെ കാണണ്ടല്ലോ എന്നോർത്ത് എത്ര ഫംഗ്ഷൻ ഞാൻ പോകാതിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? ശ്യാമേട്ടൻ ഒരു കാര്യം അറിയോ? അവരെന്നെ തല്ലിയതും ചീത്ത പറഞ്ഞതും എന്തിനെൻ്റെ ആഹാരത്തിൽ പോലും പാർഷ്യാലിറ്റി കാണിച്ചതൊക്കെ ഓർത്ത് ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉടന്നിട്ടുണ്ട്. അത്രയ്ക്കുണ്ട് അവരെന്നോട് കാണിച്ച ദ്രോഹം. എടോ, താനിങ്ങനെ കരയല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താനിപ്പം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ദേഷ്യം, ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നത് അവർക്കല്ല, തനിക്ക് തന്നെയാ. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഞാൻ ഇനി എന്ത് വന്നിരുന്നാലും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നടക്കണം. തനിക്ക് ആലോചിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ? ബിസിനസ് വളർത്തണേ, അത് താൻ എനിക്ക് വാക്ക് തന്ന കാര്യമാണ്. കാര്യം ഇപ്പം എന്നെ കൊണ്ട് വലിയ രീതിയിൽ സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ അതുവരെ എൻ്റെ പ്രതീക്ഷ താനാ.
കുട്ടികളൊക്കെ വേണ്ടേ, അവരെ വളർത്താൻ കാശ് വേണം. തൻ്റെ അമ്മായിൻ്റെ അടുത്ത് പോകാൻ പറ. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ? നമുക്കൊരു മധുരപ്രതികാരം നടത്തിയാലോ? അങ്ങനെ നമുക്ക് അമ്മായിയുടെ വീട്ടിൽ അങ്ങോട്ട് പോവാം. എന്നിട്ട് അമ്മായി, അമ്മായി, അമ്മായിയേ, നീ ഇരിക്കടി. അമ്മായിയേ, അമ്മായി, ഞാൻ ആരെന്ന് മനസ്സിലായി. ഇരിക്കങ്ങോട്ട്. എന്നെ മനസ്സിലായ? ഞാൻ രേവതിയിലെ ഹസ്ബൻഡാ. പേര് ശ്യാം. ചെറിയൊരു കലാകാരനാണ്. മനസ്സിലായില്ല? എന്താണ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണത്? വീട്ടിൽ വന്ന 2 ഗസ്റ്റിന് എങ്ങനെയാണ് ഇരുത്തിയിരിക്കണത്? എന്തെങ്കിലുമൊക്കെ കഴിക്കാടുക്ക്. ഞാൻ ചായ ഇടാം. എനിക്ക് കട്ടൻ കാപ്പി മതി. കൂടെ 2 പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച്. ഇത്രയും നാൾ ഇങ്ങോട്ട് വന്നില്ലല്ല, ഇപ്പൊ മടിഞ്ഞു കയറി വന്നിരിക്കണം. എന്റെ കൊച്ചിനൊരു ജോലി ചോദിച്ചു വന്നപ്പോഴേ ആട്ടി ഉറക്കി വിട്ടവളായവള്. എന്നിട്ട് കെട്ടിയവനെ കൂട്ടി വടിഞ്ഞു കയറി വന്നേക്കണം. സത്യം പറയല്ല അമ്മായി, ഇവൾ അമ്മായിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് എന്തൊരു ആഗ്രഹം തോന്നി അമ്മായിയെ കാണാൻ. ഇവളെന്തോന്ന് പറഞ്ഞത്? എന്തോന്ന് പറഞ്ഞതെന്നാ, അമ്മായി ഇവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ കഥ. പിന്നെ അമ്മായിയാണ് ഇവളെ വളർത്തിയെന്ന് എപ്പോഴും ഇവള് പറയാറുണ്ട്. പിന്നെ അമ്മായി വളർത്തിയതിന്റെ ഗുണം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, ഇവളിപ്പോ മാനം മുട്ട നിൽക്കില്ലേ. കേരളയിലെ 1 ഓഫ് ദ ബെസ്റ്റ് ഫാഷൻ ഡിസൈനിങ് കമ്പനി ഇപ്പൊ ഇവളാണ് നോക്കണത്. അമ്മായിക്ക് അതുകൊണ്ട് ഇവളെ പേരിൽ അഭിമാനിക്കാം. അത് പിന്നെ ഞാനല്ലേ ഇവളെ വളർത്തിയത്. പിന്നെ അമ്മായി, ഇവിടെ കാശിന് ബുദ്ധിമുട്ടുണ്ടെന്ന് രേണു പറഞ്ഞായിരുന്നു. ഇത് കയ്യിലിരിക്കട്ടെ. ഇനി എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ചെറിയൊരു തുക ഞാൻ അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടേക്കാം. പിന്നെ ഇവളുടെ കാര്യം, ജോലിക്കാര്യം ഞാൻ ശരിയാക്കി തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പപ്പടം കിടത്തെ. അയ്യോ, പിള്ളേർക്ക് പപ്പടം മാത്രമേ കൊടുക്കാവുള്ളൂ. അയ്യോ അമ്മായി, പപ്പടം മതി. പണ്ട് അമ്മായി ഇവക്ക് പപ്പടവും കട്ടൻ ചായയും കൊടുക്കുന്ന കാര്യമൊക്കെ ഇവള് പറയുമ്പോഴേ എന്റെ നാവില് വെള്ളോടും. ഇല്ലെങ്കിൽ പണ്ടേ പപ്പടം വലിയ ഇഷ്ടമാണ്. ഞാൻ 3 പപ്പടം ഒക്കെ അങ്ങ് കൊടുത്തു കളയും. എന്നാ പിന്നെ ഇറങ്ങാം. അയ്യോ, എന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. കണ്ട കൊതി തീർന്നില്ല. അമ്മായിയുടെ അനുഗ്രഹം ഇവളോട് എപ്പോഴും ഉണ്ടാവണം. ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും. എന്നാ പിന്നെ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അയ്യോ, എന്റെ പൊന്നു മക്കള് പോയിട്ട് വാ. ലേഡി പിള്ളേര്. ഓ, ശ്യാമേട്ടാ, താങ്ക് യു. എന്തിനു പറയണം തോന്നി. എന്നാ എന്റെ അമ്മായി, എന്റെ മോളെ ദൈവം അനുഗ്രഹിക്കും. ചിരിച്ചിരിച്ച് അവസാനം എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. എന്തൊക്കെയാ അവിടെ നിന്ന് തട്ടി വിട്ടത്? കട്ടൻ ചായ, പപ്പടം. ഇന്നലെ ഈ തള്ള ആരുടെ അന്യനാ സ്വിച്ചിട്ടതുപോലെ മൂത്ത ഭാവങ്ങൾ മാറുന്നത്. എന്തായാലും എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആയി ശ്യാമേട്ടാ. എന്താ പറയണ, മനസ്സിനെ ഭാരം ഒഴിയുക. എന്തായാലും താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. എന്തായാലും എന്നെ ശപിച്ച അമ്മായിയെ കൊണ്ട് അനുഗ്രഹ വർഷം നടത്തിയല്ലോ. എന്തായാലും ഐഡിയ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നീ പൈസ കൊടുത്ത് സഹായിക്കണതൊക്കെ ഓക്കെ. നീ പൈസ കൊടുക്കും തോറും അവർ കൂടുതൽ സ്നേഹം അഭിനയിക്കാൻ. അതൊന്നും റിയൽ അല്ല. കൈൻഡ്നസ് ഓവർലോഡഡ് ആയിട്ടുള്ള എൻ്റെ ഭാര്യ അതൊന്നും വിശ്വസിക്കരുത്. ഇവരൊന്നും നേരെ ആവാൻ പോണില്ല. ഒരു നന്ദി ഇവരെന്ന് പ്രതീക്ഷിക്കണം. എനിക്കറിയാലോ ശ്യാമേട്ട. അതൊന്നും നോ കമ്മിറ്റ്മെന്റ്സ്, ഒള്ളി സഹായിക്കരുത്. അത്രേ ഉള്ളൂ.
പിന്നെ ഈ ചെയ്യുന്ന സഹായം പാവങ്ങൾക്ക് ചെയ്യണമെന്നങ്ങ് വിചാരിച്ചാൽ മതി. ഒരു പുണ്യപ്രവൃത്തി. ഓക്കെ ഓക്കെ